എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പള്ളിക്കത്തോട് സി ആണെന്ന് അറിയാമോ? ഞാൻ ആരാണെന്ന് ഈ നാട്ടുകാർ മുമ്പിൽ തെളിയിക്കും. അതിനുള്ള സുവർണ അവസരമാണിത്. തെളിയിക്കണം. ആ നാട്ടുകാരുടെ മുന്നിലിട്ട് അവന്റെ തൊലി ഉരിക്കണം. ഇത് കഞ്ചാവാണെന്നും ഇത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട് സർക്കാർ നിരോധിച്ചിരിക്കുവാണെന്നും അറിയാമോ? അതും അറിയാം. അത് എന്ന് നിരോധിച്ച്, ആര് നിരോധിച്ച്, കേരളത്തിലെപ്പം നിരോധിച്ചെന്ന് എല്ലാം അറിയാം. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. അതിനെപ്പറ്റി അറിയാം. ഇത് ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാമോ? അതല്ല, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ ഒരു പഞ്ചായത്തിൽ 1000 പേരുണ്ടെങ്കിൽ അതിലൊരു 10 പേരെ കഞ്ചാവ് അടിക്കുന്നുള്ളൂ. പക്ഷെ ഈ 1900 പേരും മദ്യം അടിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലേ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ പിടിക്കുമ്പോൾ ജനങ്ങൾ പറയുന്ന ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ്. ഞാൻ ചോദിക്കട്ടെ, MDMA ഉണ്ട്, പ്രൊതലീനുണ്ട്, മോർഫിനുണ്ട്, അതുപോലെ തന്നെ LSD ഉണ്ട്. അതിനൊക്കെ കാശ് വേണം. അതൊക്കെ വലിയ കാശ്. അങ്ങനെ കാശ് 2000 രൂപയില്ലേ? ഈ 2000 രൂപയുടെ ഡബിൾ വേണം MDMA മേടിക്കാൻ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. ഞാൻ പറഞ്ഞു, ഈ 2000 രൂപ നീ ഇത് വിറ്റിട്ട് കിട്ടിയ കാശല്ല. പക്ഷെ ഈ 2000 രൂപ ഡബിൾ വേണം MDMA മേടിക്കാൻ. അപ്പൊ ആരും പോവും. ഞാൻ പോകത്തില്ല ഒരിക്കലും. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അപ്പൊ നീ ഇപ്പോഴും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് തെറ്റല്ല എന്നാണ്? മയക്കുമരുന്ന് എല്ലാം തെറ്റാണ്. ആശുപത്രി. പക്ഷെ ഇത് മയക്കുമരുന്നാണോ? അല്ല, ഇത് മയക്കുമരുന്നിന്റെ കൂട്ടത്തിൽ സർക്കാർ 85 പെടുത്തിയത് വെറും 29 വർഷമായിരുന്നു. കഞ്ചാവ് മയക്കുമരുന്ന് സർക്കാർ പെടുത്തിയതാ. അത് പൊതുവെ ഒരു പ്രകൃതിയുടെ ഇത് നോക്കുവാണെങ്കിൽ ഒരിക്കലും ആരും പറയത്തില്ല. കഞ്ചാവെന്ന് നിഷേധമായിട്ട് പറയരുത്. ഈ ശിവമൂലി കണ്ടുപിടിച്ചത് സാക്ഷാൽ പരമശിവനാണ്. എന്നാലും ഞാൻ നിന്റെ പേര് കേസെടുക്കുവാണ്. അതെടുത്തു. അതുപോലെ തന്നെ എന്റെ SIമാരുണ്ട്, കേസെടുക്കുവാണ്. ഇത് മയക്കുമരുന്നായിട്ടാണ് സർക്കാരും എല്ലാം കണക്ക്. അങ്ങനെയാണല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അല്ലോ, ഇയാൾ ആൾ കണ്ട മാതിരിയല്ലല്ലോ, വളരെ ഡീസന്റ് ആണ് കേട്ടോ. നീ ഇത് വിറ്റിട്ട് കിട്ടിയിരിക്കുന്ന പൈസയാണ്, നിന്റെ മൊബൈൽ ഫോണാണ്, വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൊതിയാണ്. അതുപോലെ തന്നെ നിന്നെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിട്ട് കേസെടുക്കാം. ഓക്കെ, അതങ്ങനെയാണല്ലോ. അത് ഓരോരുത്തരും ജോലിയുടെ. ശരി, ഓക്കെ, താങ്ക് യു. പ്രതിഭയാണ്, പ്രതിഭാസമാണ്.